ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന്റെ മുന്നേ എല്ലാവർക്കും ഹാപ്പി വിഷു ദിനാശംസകൾ. എല്ലാരും വിഷു നല്ല അടിച്ച് പൊളിക്കണമെന്ന് അറിയാം. ഞങ്ങളും ഇപ്പൊ ഇവിടെ പൊളിക്കാൻ പോവാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് കുറച്ച് 5 മിനിറ്റ് അല്ല, സോറി, ഒരു അരമണിക്കൂർ മുന്നേ നീച്ചിട്ട് കണിയൊക്കെ കണ്ട് ഒന്ന് സെറ്റ് ആയതാ. കാരണം ഉറക്കത്തിലായിരുന്നു, നല്ല ഉറക്കം പിടിച്ചിട്ടായിരുന്നു. കാരണം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ പൃഥ്വിട്ടനും ടീമും എനിച്ചൊക്കെ സെറ്റ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോ ഞങ്ങളിപ്പോ ചെയ്യാൻ പോണത്, കറന്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മളിപ്പോ പടക്കം പൊട്ടിക്കാൻ പോവാട്ടോ. ചെറുതായിട്ട്, ബാക്കിയുള്ളത് രാത്രി നമ്മൾ പൊട്ടിക്കും. ഇപ്പൊ ചെറിയൊരു സാമ്പിള് നമ്മൾ ചെയ്യാൻ പോകും. എന്തായാലും വരും, കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ വിഷു കണി. നമ്മൾ കണ്ണനെ ഒരുക്കിയതാണ് ഇപ്രാവശ്യം. അപ്പൊ നമ്മൾ തൽക്കാലം എത്ര എടുത്തിട്ടുള്ളൂ, ബാക്കി നമുക്ക് ഇന്ന് രാത്രി നമുക്ക് സൈസ് ആക്കാനുള്ളതാ. ഹായ് പൃഥ്വിട്ടാ, നമ്മള് പടക്കം പൊട്ടിക്കാൻ പോവാടാ. പൃഥ്വിട്ടാ, അപ്പൊ നമുക്ക് പടക്കം പൊട്ടിക്കാം. ഇപ്പഴങ്ങനെ കത്തോ, ഇതൊന്നും വെക്കാനാ. ഇത് കത്തണില്ല ഗൈസ്. പടക്കക്കട നമ്മളെ കത്തി പറ്റിച്ചോ? തണുത്ത പടക്കമായിരിക്കും. എനിക്ക് തെറ്റ് പറ്റിയതാണ്. ഞാൻ ഒരു മിനിറ്റ് മെഴുതിരി എടുത്ത് വന്നിട്ട് കത്തിച്ച് കാണിച്ചത്. ഓ ശരി. അപ്പോ ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് വൃത്തു? എങ്ങനെയുണ്ട്? അവൻ ഞെട്ടിയിരിക്കും. ഇതൊക്കെ എന്താണ്? അവന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നു. അതിന്റെ ഒരു ടെൻഷനും ഭയവും ഒക്കെ ആ മുഖത്ത് കാണാനായിട്ട്. ആരും സൂക്ഷിച്ച് നോക്കണ്ട, പാടത്ത് വെളിക്കിരിക്കല്ല. ഞങ്ങളൊരു വാണം വിടാൻ പോയതാണ്. സോറി, റോക്കറ്റ് വിടാൻ വേണ്ടി പോയതാണ് ഗൈസ്. ഞങ്ങൾ റോക്കറ്റ് വിടാൻ പോവാണ് ഗൈസ്. മറ്റേ 50 ഷോട്ട് ഇപ്പൊ വെച്ച് പൊട്ടിക്കണോ? വിട്ട 2 വാണവും പൊട്ടിപ്പോയി ഗൈസ്. അപ്പൊ നമ്മളുടെ സ്കൈ കിങ്ങിന്റെ 50 ഷോട്ടാണ് കേട്ടാ. നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം എന്താണ് അവസ്ഥ. ഇപ്പോഴത്തെ പോലെ ചീറ്റി പോവാൻ നോക്കാം. പരീക്ഷണം ആണല്ലോ എല്ലാം. കുട്ടാപ്പ് കൊടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ഷോട്ട് കൊടുത്തിരിക്കുകയാണ്. പൊളി. ഇപ്പോൾ നിങ്ങൾ കണ്ടത് വളരെ ഭാരകവർഷമായ 600 രൂപ പൊട്ടി തീർത്തതാണ് ഗൈസ്. നമ്മുടെ കുട്ടാപ്പുവാണ് നമുക്ക് മെയിനായിട്ട് പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തി. യെസ്, അല്ലേ ഇത് സാധേനെ, അത് ഞാൻ പറഞ്ഞ പിടിച്ചു വന്നിട്ട് ഇത്തോട്ടെ നോക്കണോക്കി. ഇപ്പൊ നമ്മൾ വലിയ മേശപ്പൂ കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യനെ പൊന്നെ, നിങ്ങൾ പടക്കം പൊട്ടിക്കാനൊക്കെ നോക്കുക. പടക്കം പൊട്ടിക്കാൻ നോക്കുകയാണോ? അതാ കള്ളയ്ക്ക് മോനും ഈ പടക്കങ്ങൾ പറഞ്ഞ പേടിയാണ്. ചെവി പൊത്തിരിക്കണ കേട്ടില്ലേ. അടുത്ത് നമ്മൾ ഇതാക്കാൻ പോവാണ്. നിലച്ചക്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഗൈസ്. ആഹാ, എന്താ രസം. അച്ഛടെ മുറ്റ എന്താ കാട്ടില് അച്ഛോ.
ഇപ്പൊ പോട്ടു ഇപ്പൊ പോട്ടു. അതാ സോണിനെ വിടുന്നില്ല അത്. നിക്ക് എന്താ കാട്ടറ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുന്നു. എന്താ പുറത്തുവിട്ടാണെങ്കിൽ എന്ത് പറ്റി? ഒക്കെ വരുന്ന അതാണ്, ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. പടക്കങ്ങൾ തീർന്നിട്ടില്ല. ഇന്ന് രാത്രിയും കൂടെ പൊട്ടിച്ച് നമ്മൾ തീരുമാനാക്കുന്നതായിരിക്കും. എന്നാ പോകയാ. ഓക്കെ, അപ്പൊ അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 2-3 മണിക്കൂർ കിടന്നുറങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയത് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കണ്ടേ, നല്ലൊരു സദ്യ ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഓക്കെ, 2 പാക്കറ്റ് പാലട ഉണ്ടാക്കാനാണ് വിളിച്ചത്. 3 പാക്കറ്റ് പാലതാ. അതല്ല, എന്താ ചേച്ചി? കായപ്പൊടി അവിടെ ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാ? കണിയൊക്കെ വെച്ച് അല്ലേ കഴിഞ്ഞപ്പോഴേക്കും വിളക്കൊക്കെ കെടുത്തി നമ്മള്. ഒന്നും പറയണ്ട, എത്ര നേരമായി ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല തോന്നുന്നുണ്ട്. എന്തായാലും നടക്കാൻ പോയോട്ടെ. എന്താ വിഷയുടെ ആളെ തല്ലിക്കൊല്ലേ? യെസ്, ഒക്കെ ഏകദേശം ആയി എന്നാ തോന്നുന്നു. മേശപ്പുറത്ത് പോയി നോക്കട്ടെ. യെസ്, അപ്പൊ എങ്ങനെ ഫൈനലി എല്ലാം ആയിട്ടുണ്ട് ഗായ്സ്. യെസ്, അപ്പൊ ഞങ്ങൾ വിഷു സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗായ്സ്. അല്ലേ, ഒക്കെ റെഡി അല്ലേ? ഞാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിത് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പായസം, ചോറ്, പുളിയഞ്ചി, അവിയല്, അച്ചാറ്, തൈര്, മെഴുക്ക് വരട്ടി, പിന്നെ കാളൻ, സാമ്പാറ്, പപ്പടം. അങ്ങനെ നമ്മുടെ വിഷുവിനുള്ള എല്ലാ സാമഗ്ര വിദ്യകളും റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോ സമയം ഇപ്പൊ ഏകദേശം ഒരു 11 വൈകുന്നേരം ആയിട്ടുണ്ട്. നമുക്കിപ്പോ എന്തായാലും ഇനി എന്താ വേണ്ടി? കൈ നീട്ടിട്ടൊന്ന് തന്നാ മതിയോ? ഞാനും തന്നാ മതിയോ? അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ കൈനീട്ടം കൊടുക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ 2, 4 4 പേർക്കാണ് കൈനീട്ടം കൊടുക്കേണ്ട. അച്ഛനമ്മ എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കൈനീട്ടം കൊടുത്ത് വരാല്ലേ. പിന്നെ കുട്ടാപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ പട്ടാമ്പി പോയി, കുറച്ചാകുമ്പോഴേക്കും വരും തോന്നണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവനും കൊടുക്കണം, ദേവൂട്ടിക്കും കൊടുക്കണം. അപ്പൊ എന്തായാലും നമ്മള് കൈനീട്ടം കൊടുത്ത് വരാം. നന്നായി, ഇങ്ങോട്ട് കാട്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം വിചാരിക്കുന്നുണ്ട്. സ്നെഗ്ഗി മേടിക്കണം, പൗഡർ മേടിക്കണം. എനിക്ക് വേണ്ടതായ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. നന്നായി, ഇതന്നെയാണ് എനിക്ക് വേണ്ടത്. താങ്ക് യു അച്ചാ, താങ്ക് യു. ഇനി അച്ചമ്മ കൊടുക്കണത് അച്ചമ്മയും കൊടുത്ത് കഴിഞ്ഞിട്ടാ. അയ്യടാ, അവന് സന്തോഷം നോക്കി കിട്ടിയാ. ഇന്ന് കോളടിച്ചല്ലോ വൃത്തിട്ടിന്. അത്യാവശ്യം കളക്ഷൻ ഉണ്ടല്ലോ. ഞങ്ങൾ എങ്ങനെ കഴിക്കാനിരുന്നു. ഓരോന്ന് വിളമ്പുകയാണ്. സോണി നോക്കിയൊക്കെ വിളമ്പണം. ചേച്ചി വിളമ്പട്ടെ. വിളമ്പട്ടെ. എന്താ അങ്ങോട്ട് പോരാത്ത? ഇങ്ങോട്ട് വിളമ്പേ. ചോറ് അത് മതി. നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് നമുക്കാണ് വിളമ്പാം. ഓക്കെ, ഒരു നോട്ടം തരാമോ? സാമ്പാറ് വിളമ്പുന്ന സോണിക്കുണ്ടാ. പിത്തൂട്ടാ, ഇവിടെ ചേക്കൻ വികൃതി കുട്ടനാണ്. ഇപ്പൊ വികൃതി കുട്ടനായിട്ട് കളിക്കണ്ട്. എന്താ കയ്യൊട്ടും ചെയ്യ, കരയും ചെയ്യ.
അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ പൃത്തൂട്ടം ഭയങ്കര വികൃതിയാ, അവന് കരഞ്ഞോണ്ടിരിക്കാണ്. എന്താടാ എന്താണ്? അപ്പൊ അതെ ഞങ്ങള് സദ്യയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വിളമ്പി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെക്കന്റെ കരച്ചിലാണ് ഇനി പറ്റാത്തത്. ഓക്കെ, ഞങ്ങളെന്നാ ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടോ. ഓക്കെ ഗൈസ്. ഹലോ ഗായ്സ്, അപ്പോൾ ഉച്ചത്തെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അറിയാലോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം പതിവാണല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ അതപ്പോൾ ഒരു 4-4:30 ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പ്രോഗ്രാം എന്താ വെച്ചാൽ പെങ്ങളെ വീട്ടിൽ പോകണം. കോട്ടയ്ക്കൽ വെന്നൂർ പെങ്ങളെ വീടുണ്ട്, അവിടെ പോകണം. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് പോയി വരണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ പെങ്ങളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓൺ ദ വേ ആണ്. ഇപ്പോൾ വളാഞ്ചേരും കഴിഞ്ഞ്, പുത്തനത്താണി കഴിഞ്ഞ്, ഞണ്ടനത്താണിയും കഴിഞ്ഞ്, ഇപ്പം അതാ ഇവിടെ പോവാണ്. ഞങ്ങളേ വീട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാം. കട്ട് ചെയ്തോ. അങ്ങനെ ഞങ്ങൾ പെങ്ങളുടെ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ പെങ്ങൾ, ഇതാണ് പെങ്ങൾ. ഞങ്ങളെങ്ങനെ ഒരു ഇവിടെ എത്തിയൊക്കെ സെറ്റായി, ചായ ഒക്കെ കുടിച്ചു. ഇനി കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ. ഓക്കെ, വന്നാ വീട്ടിൽ വേണം. എങ്ങനെ കത്തിക്ക? മാമനൊന്ന് കാണിച്ചടിക്ക. എങ്ങനെ കത്തിക്കും? ആ കത്തിക്കടാ കുഞ്ചുവോ. ഒക്കെ കണക്കല്ലേ, അറ്റത്തിട്ട് കത്തിക്കടാ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. കുറച്ച് നേരം ബ്ലോക്കിലും തിരക്ക് പോയിട്ട് ഭയങ്കര ടയർഡും കാര്യങ്ങളൊക്കെ ആയി, ഒന്നും പറയണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയറും പറ്റിച്ച് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെ ബായ്.